സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏകാന്തത എന്നാണ് അർത്ഥം അല്ലെ. അപ്പോൾ യൂണിറ്റ് 5 ചാപ്റ്റർ 4 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏകാന്തത എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അതിനോട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ബോത്ത് പാരൻസ് ആർ വർക്കിംഗ് അല്ലേ. നമ്മുടെ രണ്ടുപേരും അച്ഛനും അമ്മയൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഗ്രാൻഡ് പാരൻസ് ന്യൂക്ലിയർ ഫാമിലിയാണ് കൂടുതലും. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നെങ്കിലോ, ഒന്ന് ഡോറ് തരാൻ അല്ലെങ്കിൽ ഒന്ന് കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൻ യു ഫീൽ ലൈക്ക് ദാറ്റ്, അങ്ങനെ അപ്പോഴാണ് നമുക്കൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നത്, ഒരു ലോൺലിനെസ്. സോ സോളിറ്റ്യൂഡ് എന്ന കവിത നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ് അല്ലേ. ഇപ്പൊ ട്വിൻസിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അവർ ജനിക്കുമ്പോൾ എങ്കിൽ പോലും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ജനിക്കുന്നത് അല്ലെ. ഒരാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ ജനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാലയളവിലും പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റാണ്, നമുക്ക് ഒരിക്കലും മറിക്കാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ് എന്ന് തന്നെയാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ കവി ഈ കവിത എഴുതാനുണ്ടായ കാരണവും അതിനെക്കുറിച്ച് എന്താണ് മനോഹരമായിട്ട് കവി സോളിറ്റ്യൂഡിനെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോളിറ്റ്യൂഡ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്രമാത്രം ഏകാന്തതയിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ വീട്ടിലില്ല, വീട്ടിൽ ചെന്നാലും ചിലപ്പോൾ ഒറ്റയ്ക്കാണ്, വീട്ടിൽ വന്നാലും പാരൻസ് പിന്നെ എന്തെങ്കിലും പണിയിലും കാര്യങ്ങളായിരിക്കും, എല്ലാവരും മൊബൈൽ എന്ന ലോകത്താണ്. അപ്പോൾ ഏകാന്തത അനുഭവിക്കാനുള്ള ചാൻസസ് നിങ്ങൾക്കും കൂടുതലാണ്. അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി റിലേറ്റ് ടു യുവർ ലൈഫ്, അത്രയും മിസ് ഉറപ്പ് പറയാം. അപ്പം മനോഹരമായൊരു കവിതയാണ്. ഒപ്പം ഒറ്റയ്ക്കാകുമ്പോൾ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും ഡോണ്ട് വറി എന്നുള്ളൊരു ഒപ്റ്റിമിസം എന്നുള്ള ഒരു തീമും നമ്മുടെ കവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം അല്ലേ. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, ഡോണ്ട് വറി ഇഫ് യു ആർ എലോൺ. ആ ഒരു ലോൺലിനെസ്സിന് എലോണും ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ബി ഹാപ്പി ഇൻ യുവർ ഓൺ കമ്പനി, അങ്ങനെ ഒരു തീമും കവി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കവിതയിലോട്ട് കടക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഓദറിനെയൊക്കെ കാണണ്ടേ അല്ലേ. ഡോണ്ട് യു വിഷ് ടു ഹാവ് സമ്മൺ ബിസൈഡ് യു വെൻ യു ആർ സാഡ് ഓർ ഇൻ ഡിസ്ട്രെസ്. നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ മേ ബി നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കൺഗ്രാജുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ, നമ്മൾ ഇത്തിരി സങ്കടത്തിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റിയടാ എന്ന് ചോദിക്കാൻ ഒരൊറ്റ ആൾ മതിയാകും. അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്, യു ആർ ലക്കി എന്ന് മിസ് പറയും. ഓക്കെ, അപ്പോൾ ഡോണ്ട് യു വിഷ് ടു ഹാവ് സംവൺ ബിസൈഡ് യു വെൻ യു ആർ സാഡ് ഓർ ഇൻ ഡിസ്ട്രെസ്. എന്തെങ്കിലും ദുരിതം ഇൻ ദ സെൻസ് എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തർക്കും ഓരോരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള ദുരിതങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദുരിതം എന്നാണ് മീനിങ്. അപ്പോൾ ദുരിതമോ വിഷമമോ എന്തെങ്കിലും ഉള്ളപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? ആരും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാത്ത ആരുമില്ല. ഡു യു റെഡ്ലി ഹെൽപ്പ് അതേഴ്സ് വെൻ ദേ ആർ ഇൻ നീഡ്. ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് മാത്രം ചെയ്യേണ്ടതാണെന്ന്. അല്ല, മറ്റൊരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമ്പോൾ നമ്മൾ സഹായിക്കാറുണ്ടോ? പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ ഏതെങ്കിലും വിഷമിച്ചോ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അയാളോട് ചോദിക്കാറുണ്ടോ? ഡു യു റെഡ്ലി ഹെൽപ്പ് അതേഴ്സ് നമ്മൾ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ലെറ്റ് us read what the poet has taken notice of about the world we live in. അപ്പോൾ പോയറ്റ് ഈ ലോകത്തിനെ കുറിച്ച് കണ്ടിട്ട്, ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കി എഴുതിയ ഒരു കവിതയാണ് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. റീഡ് ഓൺ. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഓഥർ. ആരാണ് ഓഥർ എന്ന് നോക്കാം. ഇത്രയും മനോഹരമായ ഒരു കവിതയാണ്, മിസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ആ ഓഥറിന് ആരാന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എല്ല വീലർ വിൽകോക്സ് ആണ്. 1850 ജനിച്ചത്, 1990 മരിച്ചു. ഷീ വാസ് എൻ അമേരിക്കൻ ഓഥർ ആൻഡ് പോയറ്റ്. ഒരു അമേരിക്കൻ ഓഥറും പോയറ്റായിരുന്നു. അമേരിക്കൻ ഓഥറാണ്, പോയറ്റായിരുന്നു. ഹെർ ബെസ്റ്റ് നോൺ വർക്ക് ഇസ് പോംസ് ഓഫ് പാഷൻ. പോംസ് ഓഫ് പാഷൻ എന്ന് പറഞ്ഞൊരു വർക്കാണ് ബെസ്റ്റ് നോൺ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ പേര് അറിയപ്പെടുന്ന ഒരെണ്ണതാണ്. ഹെർ മോസ്റ്റ് എൻഡറിങ് വർക്ക് ഇസ് സോളിറ്റ്യൂഡ് വിച്ച് കണ്ടെയ്ൻസ് സം ഓഫ്റ്റ് കോട്ടഡ് ലൈൻസ്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും എൻഡ്യൂറിങ് എന്ന് പറയുമ്പോൾ കൂടുതൽ കാലം നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പേര് ഓർക്കുന്ന, ഇന്നും അതിന് പ്രസക്തമായിട്ടുള്ള, അതായത്
മരിച്ച കാലഘട്ടം അറിയാലോ, 1919 മരിച്ചതാ. എന്നിട്ടും ഇന്നും എല്ലാവരും ഓർക്കുന്ന ഒരു കവിത എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് ആണ്. അതാണ് വിച്ച് കണ്ടെയ്ൻസ് സം ഓഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓഫ്റ്റ് കോട്ടഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഓഫൺ എന്ന മീനിങ്ങിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് സ്ഥിരമായി നമ്മൾ കേട്ടിട്ടില്ല, ഒരു ഏകാന്തത വന്നു കഴിഞ്ഞാൽ ഇന്നും നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചിലതൊക്കെ ആ പോമിൽ കറക്റ്റായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഷീ ഈസ് വെൽ നോൺ ഫോർ വർക്ക്സ് ദാറ്റ് ആർ ഫുൾ ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം. കൂടുതൽ കവിതയിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, സാമൂഹിക വിമർശനമാണ്. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ വിമർശിച്ചു കൊണ്ടിട്ടാണ് ഈ കവിത എഴുതാറ്. In the poems, she expresses sentiments of cheer and optimism in plainly written rhyming verse. അപ്പോൾ ഇത് എല്ലാവരുടെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെന്റിമെന്റ്സ് ഓഫ് ചിയർ, സന്തോഷവും ഒപ്പം ഒപ്റ്റിമിസം. സോ ദാറ്റ് ഈസ് എ ബിഗ് ഫാക്ടർ. നമുക്കൊരു ശുഭാപ്തി വിശ്വാസം. ഇപ്പൊ സോളിറ്റ്യൂഡ് എന്ന് കേൾക്കുമ്പോൾ ഏകാന്തത, നമ്മൾ വിചാരിക്കും ഈ പോം അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ദുഃഖമുള്ള ഒരു പോമാണ്. ഓക്കെ, ദ തീം ഇസ് സംതിങ് സാഡ് ആണ്, ബട്ട് സ്റ്റിൽ അതിനൊരു ഒപ്റ്റിമിസം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, her autobiography The Worlds and I was published in 1980, a year before her death. അപ്പോൾ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥ. ആത്മകഥയുടെ പേരെന്താണ്? The Worlds and I എന്ന പേരിൽ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓഥറിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കവിത എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് ആണ്. ആ കവിതയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കവിതയിലോട്ട് കടക്കാം. It's interesting to learn about the background of Ella Wheeler Wilcox's poem Solitude. അപ്പോൾ ഈ കവിത എഴുതാനുള്ള ഒരു സാഹചര്യം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോ കവിത എഴുതുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണങ്ങൾ ഉണ്ടാവും. മേ ബി കണ്ട ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ആവാം. അപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ ചുമ്മാ വന്നിരുന്നിട്ട് ഞാൻ ഇന്ന് കവിത എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന കുറവായിരിക്കും. മിക്കപ്പോഴും അതിന് പിന്നിൽ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ കവിത എഴുതാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ലേൺ അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എല്ല വീലർ വിൽകോക്സ് പോം സോളിറ്റ്യൂഡ്. The connection between the poem and Wilcox's personal experience with a grieving woman adds a layer of emotional depth to the work. അപ്പോൾ എന്താണ്? ഒരു കണക്ഷൻ ഉണ്ട്. കവിതയും ഈ എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ കവിത എഴുതുന്നത്. മനസ്സിലായല്ലോ? അതെന്താണെന്ന് വെച്ചാൽ ഒരു കരയുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ എല്ലാ വീലർ കാണുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റുന്നു? അപ്പോൾ ആ ഒരു ഇതായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ കവിത എഴുതുന്നത്. അപ്പോൾ ഇറ്റ് ആഡ്സ് എ ലെയർ ഓഫ് ഇമോഷണൽ ഡെപ്ത്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ കുറച്ചും കൂടി വായിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി, നമ്മുടെ ഒരു ഇമോഷണൽ ഫീലൊക്കെ നമുക്കതിൽ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് വരെ പറ്റും. നമുക്ക് തോന്നും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണല്ലോ എന്നുള്ളൊരിത് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു വുമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ലൈക്ക് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വുമൺ എന്താണെന്നുള്ളത് പറയും. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇതാക്കും, കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഭയങ്കര വിഷമിച്ചിട്ടാണ് ഓഥർ ഈ കവിത എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കും ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവും എന്നുള്ളതാണ്. Wilcox wrote this poem after encountering a grieving woman on her way to Madison, Wisconsin. അപ്പോൾ എന്താണ്, ലൈക്ക് ഒരു സന്ദർഭത്തിൽ ഈ സ്ത്രീയെ കാണുകയാണ്. എൻകൗണ്ടറിങ് എന്ന് പറയുമ്പോൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ കണ്ടുമുട്ടുകയാണ്, ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ കാണുകയാണ്. എവിടെയാണ്? മാഡിസണിൽ വെച്ചിട്ട്, വിസ്കോസിൻ. അവിടെ വെച്ചിട്ട് കാണുകയാണ്. കണ്ടിട്ട് എന്താ സംഭവിക്കുന്നത്? ഡിസ്പൈറ്റ് ഓഫ് എഫേർട്സ്, കുറേ ശ്രമിക്കുന്നുണ്ട് കൂളാക്കാൻ വേണ്ടിയിട്ട്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ആ സ്ത്രീയെ കണ്ടിട്ട് ഡിസ്പൈറ്റ് ഓഫ് എഫേർട്സ് വിൽകോക്സ് വാസ് നോട്ട് ഏബിൾ ടു കംഫോർട്ട് ദ വുമൺ ഓവർ ഹർ ലോസ്. എന്തോ നഷ്ടപ്പെട്ട്, എന്താണ് നഷ്ടപ്പെട്ടതെന്നൊന്നും നമ്മൾ പറയുന്നില്ല, എന്തോ നഷ്ടപ്പെട്ട് വളരെയേറെ വിഷമിച്ചിരിക്കുന്ന ആ സ്ത്രീയെ ഒരുപാട് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല, മാറുന്നില്ല, ആ വിഷമം മാറുന്നില്ല. Distraught, Wilcox returned to her hotel and after looking at her lonely face in the mirror began to write this poem. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട്, കാരണം ഒരാളുടെ ഒരു ആവശ്യ സമയത്ത് എനിക്ക് അയാൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമവും സങ്കടമൊക്കെ വന്ന് റൂമിൽ വരുവാണ്. ഹോട്ടലിൽ വന്നിട്ട് മിററിൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓഥർ കാണുന്നത് ഓഥറിൻ്റെ സ്വന്തം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന മുഖമാണ്, ലോൺലി ഫേസ് കാണുകയാണ്. അപ്പോഴാണ് കവിത എഴുതുന്നത്. മനസ്സിലായല്ലോ? ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കവിത ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും.
The poem indeed reflects on the theme of loneliness and the inevitability of living and dying alone. എന്താണ് ഈ കവിത പറയുന്നത്? നമ്മളോട് തീം എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്, ഏകാന്തതയാണ് കവിതയുടെ തീം. ഒപ്പം ഇൻഎവിറ്റബിളി, ഒഴിവാക്കാനാവാത്തൊരു സത്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണെന്നുള്ളത്. അല്ലേ? ആർക്കും കൂട്ടുപോവാൻ പറ്റില്ല. ഞാൻ കൂടെ വരാം. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാറില്ല. എവിടെ പോയാലും എടാ ഒന്ന് വരുവോടാ എന്ന് ചോദിക്കാൻ നമുക്ക് ഒരുപാട് പേരുണ്ട്. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഒരു യാത്രയാവുമ്പോൾ, യാത്രയാണോ പോകുന്നതെന്ന് പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ പോവാറുണ്ട്. ചില ആൾക്കാർ മാത്രമാണ് ലൈക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം ദ പേഴ്സൺ ഈസ് ഗോയിങ് ടു ഡൈ എന്നറിയാം. പക്ഷെ മിക്കവരും എങ്ങനെയാണ്, ഒരു ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും. നമ്മൾ ഇന്ന് കേട്ടിട്ടായിരിക്കും തിരിച്ചു ചെല്ലുമ്പോഴായിരിക്കും, ക്ലാസ്സിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്ന ആൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ അത് മിക്കപ്പോഴും എന്താണ്, ഒരു 90% നമുക്കൊരു ഷോക്ക് തന്നിട്ട് തന്നെയാണ് എല്ലാവരും പോകാറ്. അപ്പോൾ വി കനോട്ട് ടെൽ ഗുഡ് ബൈ ഈവൻ. അങ്ങനെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളോട് എല്ലാവരും പറയുന്നത് വഴക്കിട്ടൊന്നും നിൽക്കരുത്. വഴക്കിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയില്ല നമ്മളുടെ യാത്ര ഇന്ന് അവസാനിക്കുകയാണോ നാളെയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് പരമാവധി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി സന്തോഷത്തോടെ, വി ഡോണ്ട് നോ വാട്ട് ദ ടൈം വി ഹാവ്, അല്ലേ? നമുക്കറിയില്ല നമുക്ക് ഈ ഭൂമിയിൽ എത്രമാത്രം ടൈം ഉണ്ടെന്നുള്ളത്. അപ്പം മാക്സിമം അത് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുക. The poetess uses solitude as a lens to reveal the true nature of people, providing a critical perspective on society. അപ്പോൾ സോളിറ്റ്യൂഡ് ഒരു ലെൻസ് ആയിട്ടാണ് കവിയത്രി ഉപയോഗിക്കുന്നത്. സോളിറ്റ്യൂഡ് ഒരു ലെൻസ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാക്കി തരാനായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളിറ്റ്യൂഡ് ഇവിടെ കവിയത്രി ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമാക്കി തരാനാണ്. എന്താണ് വ്യക്തമാക്കി തരുന്നത്? യഥാർത്ഥ സ്വഭാവം, മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി തരാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രൊവൈഡിങ് എ ക്രിട്ടിക്കൽ പെർസെപ്റ്റീവ് ഓൺ സൊസൈറ്റി. ആ സൊസൈറ്റിനെയും കുറ്റം പറയുന്നുണ്ട്, ഒപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. The poem serves as a satire, criticizing our thoughts and the way we perceive and navigate through our life. അപ്പോൾ ഈ പോം എന്ന് പറയുന്നത് ഒരു സറ്റയറാണ്. സറ്റയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? കളിയാക്കലാണ്. ഇതിലുള്ള എല്ലാ വരികളിലും കവി കളിയാക്കുകയാണ്. കവിയത്രി നമ്മളെ എല്ലാവരെയും, എന്നെ മാത്രമല്ല നിങ്ങളെ മാത്രമല്ല മൊത്തം ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരെയും കളിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു ഹ്യൂമൻ നേച്ചർ, അതിനെയാണ് കവിയത്രി കളിയാക്കുന്നത്. ക്രിട്ടിസൈസിങ് അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളെ പോലും കളിയാക്കുന്നുണ്ട്. ആൻഡ് ദ വേ വി പെർസീവ്, നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലോട്ട് നാവിഗേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല അന്തസ്സായിട്ട് കളിയാക്കുകയാണ് കവിയത്രി ഓരോ വരികളിലും ചെയ്യുന്നത്. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണല്ലോ എന്ന് മനസ്സിലാവും. അത്രയും മനോഹരമായിട്ട് തന്നെയാണ് കളിയാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കവിയത്രിയുടെ ആ ഭാവന അത്രയും മനോഹരമായി സോളിറ്റ്യൂഡ് സ്വന്തം അനുഭവം റിലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്രസീവ് മൂഡൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ കളിയാക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വേണം വായിക്കാൻ. കാരണം നമുക്കറിയാം ഓരോ വരിയിലും ഒളിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ നേച്ചറാണ്, നമ്മുടെ തന്നെ കാര്യങ്ങളാണ്, നമ്മളാണ് ആ ഓരോ വരിയിലും ജീവിച്ചിരിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരും തന്നെയാണ്. ഓക്കെ, the poetess highlights a social issue and her words prompt readers to reflect on the harsh reality of solitude in human existence. അപ്പോൾ കളിയാക്കുന്നതിനോടൊപ്പം ഒരു സോഷ്യൽ ഇഷ്യൂ കൂടി, ഒരു സാമൂഹിക പ്രശ്നം കൂടി അവതരിപ്പിക്കുകയാണ്. എന്താണ്? ഹാർഷ് റിയാലിറ്റി ഓഫ് സോളിറ്റ്യൂഡ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാവുന്നാത്ത ഒരു കാര്യം തന്നെയാണ് സോളിറ്റ്യൂഡ്. നമ്മൾ ഒറ്റപ്പെടണം എന്ന് വിചാരിച്ച് ഒറ്റക്കാവുന്നവരല്ല ആരും തന്നെ. അനുഭവങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റയാക്കപ്പെടുന്നവരാണ്. ആരെങ്കിലും എനിക്കിനി ഒറ്റക്ക് ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല ഈ ഭൂമിയിൽ ആരും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളത്. ഓരോ അനുഭവങ്ങൾ കൊണ്ട് കുറേ ഹാർഷ് എക്സ്പീരിയൻസസ് കൊണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വളരെ വലിയൊരു തീരുമാനമായിരിക്കും ഇനി ഒറ്റയ്ക്ക് എന്നുള്ള തീരുമാനം. ആ ഒറ്റയ്ക്ക് എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരുപാട് കരച്ചിലും കണ്ണീരും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ ആരും തന്നെ ഞാൻ ഇനി ഒറ്റയ്ക്കാണ്, ഐ എം ഹാപ്പി ബീയിങ് എലോൺ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ നോ വൺ ഈസ് ഹാപ്പി വിത്ത് വൺ സെൽഫ്. ഒരാളും അവനവനെ മാത്രം മതി എന്ന് ആർത്ത് ജീവിക്കുന്നവരല്ല, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോകാൻ കൂടെ വേണം, ആരെങ്കിലും വേണം. ഇപ്പം ഓരോ മൂമെന്റ്സും, ഈ സങ്കടം വന്നാലും സന്തോഷം വന്നാലും യു നീഡ് സം വൺ ബൈ യുവർ സൈഡ്. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നേച്ചർ. Overall, the poem encourages contemplation on the nature of human relationship and the unavoidable aspect of facing life's challenge alone. അപ്പോൾ ഇതെല്ലാമൊക്കെ ആണെങ്കിലും നമ്മളുടെ കവിത നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? നോക്കിക്കാണുക, എല്ലാം നമുക്ക് വേണം, ഒപ്പം ജീവിതത്തിലെ ഒറ്റയ്ക്ക് നേരിടാനും നമ്മളെ സജ്ജരാക്കുകയാണ് കവിയത്രി ചെയ്യുന്നത്. സോളിറ്റ്യൂഡ്
അതിപ്പോൾ നമ്മൾ കവിതയിലെത്തി. ഇപ്പോൾ ഇത്രയും നേരം മിസ് കവിതയുടെ ഇൻട്രൊഡക്ഷൻ ആണ്, കവിത എഴുതാനുണ്ടായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. Laugh and the world laughs with you. Weep and you weep alone. For the sad old earth must borrow its mirth, but has trouble enough of its own. Sing and the hills will answer. Sigh, it is lost on the air. The echoes bound to a joyful sound, but shrink from voicing care. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസ. ഇതിൽ മിസ് കുറച്ച് ഇമേജസ് വെച്ചിട്ടുണ്ട്. കുറേ പേര് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരിക്കുമ്പോൾ കുറേ പേരുണ്ട്. ഒരു കുട്ടി ഇരുന്ന് കരയുന്നുണ്ട്, കരയുമ്പോൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ലാഫ് ആൻഡ് ദ വേൾഡ് ലാഫ്സ് വിത്ത് യു, വളരെ വ്യക്തമായി സിമ്പിളായിട്ടുള്ള വരികളാണ്. ചിരിക്കൂ എന്ന് പറയുമ്പോൾ ലാഫ് എന്ന് പറഞ്ഞാൽ സ്മൈലല്ല, പുഞ്ചിരിയല്ല. നന്നായിട്ട് ചിരിച്ചാലും ആരുണ്ട് കൂടെ ചിരിക്കാൻ? ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ചിരിക്കാനുണ്ട്. വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ, എന്താണ്? കരയുക, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് കരയാൻ പോകുന്നത്. For the sad old earth must borrow its mirth. mirth എന്ന് പറഞ്ഞാൽ സന്തോഷം, ഉല്ലാസം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈവൻ ഭൂമി പോലും സാഡാണ്, ഭൂമി പോലും സാഡാണ്. അതിന് പോലും സന്തോഷം ആരെടുത്തെങ്കിലും കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബട്ട് ഹാസ് ട്രബിൾ ഇനഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഭൂമിക്ക് പോലും സ്വന്തമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും നേരിടാനോ വാങ്ങിക്കാനോ അതിന് സമയമില്ല. സന്തോഷം വേണമെങ്കിൽ വാങ്ങിക്കും. ബോറോ ഇറ്റ്സ് mirth എന്നാണ്. സിങ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ, പാട്ട് പാടൂ. അപ്പോൾ ഈ ഹില്ല് പാട്ട് പാടും. പക്ഷേ സൈ എന്താണ്? നെടുവീർപ്പാണ്. സൈ ഇറ്റ് ഇസ് ലോസ് എന്ന്. നെടുവീർപ്പ് ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ വായുവിൽ അത് അലിഞ്ഞ് ചേരും എന്നാണ് പറയുന്നത്. ദ എക്കോസ് ബൗണ്ട് ടു എ ജോയ്ഫുൾ സൗണ്ട് ബട്ട് ഷ്രിങ്ക് ഫ്രം വോയിസിങ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, സന്തോഷത്തോടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് തിരിച്ചു കേൾക്കാം, അല്ലെങ്കിൽ എക്കോ ആയിട്ട് വരും. പക്ഷേ നമ്മളുടെ നെടുവീർപ്പുകളും സങ്കടങ്ങളും ഒന്നും എന്താണ്, ചുരുങ്ങി പോവുകയാണ്, അല്ലെങ്കിൽ കേൾക്കാൻ ആളുണ്ടാവില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. In the first part of the poem, the author says that when you are happy and you laugh, others join in the happiness with you. ഉറപ്പായിട്ടും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വളരെ ഭാഗ്യമുള്ളവർക്ക് കുറച്ച് പേരുണ്ടാവുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലക്കി തിങ് ടു ഹാവ് someone beside you when you are alone and sad. Okay? But when you are sad and you cry, you might be alone because people tend to avoid sadness. പക്ഷെ നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ആൾക്കാർ ഒരു ടെൻഡൻസി ഉണ്ട് സങ്കടത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ സങ്കടത്തിൽ കാണുന്ന ആൾക്കാരോട് സിമ്പതൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടുമായിരിക്കും. പക്ഷെ എംപതൈസ് ചെയ്യാൻ ആൾക്കാരെ നമുക്ക് കിട്ടില്ല. ഈ സിമ്പതിയും എംപതിയും രണ്ടും രണ്ടാണ് കേട്ടോ. സിമ്പതി എന്ന് പറയുമ്പോൾ പോട്ടെ കുഴപ്പമില്ല. പക്ഷെ എംപതി എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ വിൽ തിങ്ക്, എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിഞ്ഞുകൊണ്ടിട്ട്, അതാണ് എംപതി. സോ ദ പേഴ്സൺ വിൽ ബി വിത്ത് യു ഫോർ എവർ. എങ്ങനെയാണോ നമ്മൾക്ക് വരുന്നത് അവർക്ക് വരുന്നത് പോലെ തന്നെയാണ്. സിമ്പതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നല്ലേ കുഴപ്പമില്ല പോട്ടെ, അങ്ങനെ അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു, സിമ്പതി കഴിഞ്ഞു. പക്ഷെ എംപതി അങ്ങനെയല്ല. എംപതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ സിറ്റുവേഷൻ അവരും ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ നമ്മളെ റീപ്ലേസ് ചെയ്യും. എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ സിമ്പതൈസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടുമായിരിക്കും, എംപതൈസ് ചെയ്യാൻ ആരും ഉണ്ടാവാറില്ല. It suggests that joy brings people together while sorrow might keep them away. അപ്പോൾ കവി പറയുന്നത് എന്താണ്? സന്തോഷം ആൾക്കാരെ കൂടെ നിർത്തും, പക്ഷെ സങ്കടം ആൾക്കാരെ നമ്മളിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. The idea that the earth lacks a well of happiness and must seek joy from external sources like human laughter adds depth to the poem. ഈ ഭൂമിക്ക് പോലും ഒരുപാട് ദുഃഖങ്ങളാ അല്ലേ? മനുഷ്യരുടെ സന്തോഷമാണ് ഭൂമിക്ക് സ്വന്തമാക്കേണ്ടത്. ഭൂമി പോലും മനുഷ്യരുടെ സന്തോഷം സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇറ്റ് സജസ്റ്റ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് ദം അല്ലേ? ആ ഒരു റിലേഷൻഷിപ്പ് ഭൂമിയും ഈ ലോകവും തമ്മിലുള്ള, ആ ഒരു ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ആ ഒരു സിംബയോട്ടിക് നല്ല ഒരു ഭംഗിയുള്ള റിലേഷൻഷിപ്പിനെയാണ് അതും ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യരെല്ലാവരും ദുഃഖിച്ച് നിൽക്കാൻ. ആൻഡ് പീപ്പിൾ ലാഫ്, ദ എർത്ത് സീംസ് ടു ലാഫ് ടു. ഭൂമി പോലും ചിരിക്കും മനുഷ്യരും ചിരിക്കുമ്പോൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സാഡ്നസ്, ദ എർത്ത് ഓൾറെഡി ഹാസ് ഇനഫ് പ്രോബ്ലംസ്. അപ്പോൾ സാഡ്നസ് വരുമ്പോൾ എന്താ ഭൂമി പറയുന്നത്? ഭൂമിക്ക് പോലും ഭൂമിയുടെ സ്വന്തം പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് പീപ്പിൾ മേ നോട്ട് വോണ്ട് ടു ഷെയർ ദ ട്രബിൾസ് ബിക്കോസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എൻ എക്സ്ട്രാ ബേർഡൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരാളുടെ പ്രശ്നം എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? വഴി പോണ വയ്യാവേലിയൊക്കെ തലയിൽ വെക്കുക എന്നൊക്കെ പറയില്ലേ? സെയിം തിങ്. അപ്പോൾ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്തിനാ മറ്റൊരാളുടെ പ്രശ്നം കേട്ട് അയാളുടെ പ്രശ്നം എടുത്ത് എൻ്റെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് നമ്മുടെ ചിന്ത. പക്ഷെ മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ദിസ് റിഫ്ലെക്ട്സ് ഹൗ മെനി പീപ്പിൾ പ്രിഫർ ടു അവോയ്ഡ് talking on someone else's sadness if they can.
നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യേണ്ടി വരില്ല, അയാളെ ഒന്ന് കേട്ടിരിക്കാൻ ആളുണ്ടായാൽ മതി, ഇല്ലേ? പക്ഷെ അതുപോലും നമ്മൾ റെഡി അല്ല എന്നുള്ളതാണ്. നമ്മൾ കേട്ടിരിക്കാൻ പോലും നമ്മൾ നോക്കാറില്ല. The speaker suggests that if you express happiness, the world or society will respond, making the joy even greater. അതാണ് എക്കോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാലും അവരും അത് സന്തോഷത്തിൽ പങ്കെടുത്ത് ആ ഒരു എക്കോ പോലെ അത് പ്രതിനിധീകരിക്കും. പക്ഷേ നമ്മളൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ, however, if you express sadness, it might go unnoticed. നമ്മൾ നെടുവീർപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്, വായിൽ അലിഞ്ഞു ചേരും എന്ന് പറഞ്ഞില്ലേ, ആ വരയുടെ അർത്ഥമാണ് ഇത്. എക്സ്പ്രസ് സാഡ്നെസ്, നമ്മൾ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ഗോ അൺനോട്ടസ്ഡ്, ആരും നോട്ടീസ് ചെയ്യില്ല. ആൻഡ് ദ ഇമോഷൻ ഫേഡ്സ് അവേ വിത്തൗട്ട് അക്നോളജ്മെന്റ് ഓർ എ റെസ്പോൺസ് ഫ്രം അതേഴ്സ്. മറ്റൊരാളും ഒന്നും പറയാതെ അല്ലെങ്കിൽ ഒരു റെസ്പോണ്ടും ചെയ്യാതെ അതിങ്ങനെ മങ്ങി പോകും. ഫേഡ്സ് അവേ എന്ന് പറഞ്ഞാൽ മങ്ങി പോകും എന്നാണ് പറയുന്നത്. The stanza ends by highlighting how these emotion turns into sounds. When you sing with joy, the sound echoes happily, symbolizing a shared and amplified happiness. സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്തോഷം എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞാണെങ്കിലും കേട്ടാണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും. On the other hand, a sigh of sadness is portrayed as being disregarded, with the implication that the sound of sorrow does not resonate or receive the same attention. ആ സങ്കടത്തിന് അതേപോലെ തന്നെയുള്ള സെയിം അറ്റൻഷൻ ഒരിക്കലും കിട്ടുന്നില്ല എന്നാണ് കവി പറയുന്നത്. മനസ്സിലായാലും? അപ്പോൾ ഈ ചെറിയ വരികളിൽ പോലും കവി ഉദ്ദേശിക്കുന്നത് വലിയ അർത്ഥമാണ്. അപ്പോൾ സോഷ്യൽ ക്രിറ്റിസിസം തന്നെയാണ് കവി പറയുന്നത്. ഒപ്പം സറ്റയർ എന്ന് പറയുമ്പോൾ കളിയാക്കുകയാണ് നമ്മളെ, അല്ലെ? എന്താണ്, നമ്മളെല്ലാവരും ഒരാളെ അല്ല എടുത്തു പറയുന്നത്, എല്ലാ മനുഷ്യരും തന്നെ എന്താണ് ചെയ്യുന്നത്, മറ്റൊരാളുടെ സന്തോഷത്തിൽ പങ്കുചേരും. എന്നാൽ മറ്റൊരാൾക്ക് അത്രയും അത്യാവശ്യം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ ആരും കൂടെ നിൽക്കില്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. Rejoice and men will seek you, grieve and they turn and go. They want full measure of all your pleasure, but they do not need your woe. Be glad and your friends are many, be sad and you lose them all. There are none to decline your nectared wine, but alone you must drink your life's gall. ഇതാണ് കവി പറയുന്നത്. എന്താണ്? റിജോയ്സ് ആൻഡ് മെൻ വിൽ സീക്ക് യു. സന്തോഷത്തോടെ ഇരിക്കുക, നിങ്ങളെ തേടിയെത്താൻ ഒരുപാട് മനുഷ്യരുണ്ടാവും. ഗ്രീവ് ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ. സങ്കടത്തോടെ ഇരിക്കുക, നിങ്ങളെ പുറംതിരിഞ്ഞ് അവർ തിരിച്ചു നടക്കും. ദേ വോണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്ലഷർ. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ എല്ലാം ഇതും അവർക്കും വേണം. ബട്ട് ദേ ഡു നോട്ട് നീഡ് യുവർ വോ. എന്താണ്? പക്ഷെ അവർക്ക് നിങ്ങളുടെ സങ്കടങ്ങളൊന്നും വേണ്ട. കഷ്ടപ്പാട്, വോ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും അവർക്ക് വേണ്ട. ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ മെനി. സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. ബി സാഡ് ആൻഡ് യു ലൂസ് ദം ഓൾ. സങ്കടത്തോടെ ഇരുന്നാലോ നിങ്ങൾക്ക് ആരും തന്നെ ഉണ്ടാവില്ല. ദർ ആർ നൺ ടു ഡിക്ലൈൻ യുവർ നെക്ടേർഡ് വൈൻ. ഈ ലോകത്ത് നിങ്ങളൊരു വൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് വൈൻ കുടിക്കാറ്. അപ്പോൾ വൈൻ കുടിക്കുന്ന സമയത്ത് നെക്ടേർഡ് വൈൻ എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്ന സന്തോഷം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ആരും നിങ്ങളുടെ വൈൻ വേണ്ടെന്ന് പറയില്ല. ബട്ട് എലോൺ യു മസ്റ്റ് ഡ്രിങ്ക് യുവർ ലൈഫ്സ് ഗാഡ്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ത് കുടിക്കേണ്ടത്? നിങ്ങളുടെ ലൈഫിന്റെ കഷ്ടപ്പാടുകൾ കുടിക്കേണ്ടത്. അതിന് കൂട്ട് ആരും വരില്ല എന്നാണ് കവി പറയുന്നത്. In this part of Solitude, the speaker continues to describe how the world responds to different emotions. പല ഇമോഷൻസിനോട് വേൾഡ് എങ്ങനെയാണ്, ലോകം എന്ന് പറയുമ്പോൾ നമ്മളാണല്ലോ, ആ ലോകം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. If you spend your days rejoicing, people will seek you out and want to be with you. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, നമ്മൾക്കൊരു നല്ല കാലമാണോ, ഒരുപാട് ആൾക്കാർ നമ്മളെ തേടി വരും. നമ്മൾ പോലും അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മളെ തേടി വന്ന് നമ്മുടെ കൂടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കും. However, if you grieve, those same people will turn away and leave. അപ്പം പക്ഷെ നമുക്കൊരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ, ഇനി ആ കഷ്ടപ്പാടൊക്കെ എനിക്കും പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. സോ ദേ ടേൺ, ആ സെയിം പീപ്പിൾ തന്നെയായിരിക്കും, പക്ഷെ അവർ പുറംതിരിഞ്ഞ് പോയിരിക്കും. The speaker emphasizes the contrast between the attractiveness of joy and the avoidance of sorrow in the eyes of others. അല്ലെ, ഈ ജോയ് എന്ന് പറയുമ്പോൾ, സന്തോഷം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ സങ്കടം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് വിഘടിപ്പിച്ച് കളയാനും അതിന് സാധിക്കും. This reflects a common human tendency to be drawn to positivity and to distance ourselves from negativity. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കാനാണ് താല്പര്യം. നെഗറ്റീവ് സ്ഥലങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കും. ആ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് കവി ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം. ഓക്കെ, കവി ഇവിടെ എടുത്തു പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഉള്ള ഒരു ഇൻബോൺ നേച്ചറാണ്. നമുക്ക് എപ്പോഴും ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് സങ്കടമുണ്ട് സ്വന്തമായിട്ട്,
എല്ലാവർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ സങ്കടം തന്നെയുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സങ്കടം എനിക്കെന്തിനാ, ഓൾറെഡി എനിക്കൊരു 100 പ്രശ്നങ്ങളുണ്ട്, ഇനി എനിക്കെന്തിനാ വേറെ പ്രശ്നം എന്നുള്ള ചിന്തയാണ്. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷം സന്തോഷിക്കുമ്പോൾ അവൻ്റെ സന്തോഷത്തിലെങ്കിലും എനിക്ക് സന്തോഷിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. എപ്പോഴും നമ്മൾ അതിൽ നെഗറ്റീവ് മാത്രമല്ല, ലൈക്ക് വി കനോട്ട് അഫോർഡ് മച്ച് സോറോ അല്ലേ. നമ്മുടെ സങ്കടങ്ങൾ ഒരുപാടുള്ളപ്പോൾ മറ്റൊരാളുടെ സങ്കടവും കൂടി ഇതാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. The speaker emphasizes that people are not interested in sharing your sorrows but are more willing to share in your joy അല്ലേ. നമ്മുടെ സങ്കടം പങ്കിടാൻ ആർക്കും താല്പര്യമില്ല, സന്തോഷം പങ്കിടാൻ വളരെ താല്പര്യമുള്ളവരാണ് എല്ലാവരും തന്നെ. The advice given is straightforward. If you want to keep friends, be joyful. അപ്പോൾ നമുക്ക് തരുന്ന ഉപദേശം ഇതാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. യു റിസ്ക് അതർവൈസ്, അല്ലെങ്കിൽ എന്താണ്, യു റിസ്ക് ലൂസിങ് ദം. നിങ്ങൾ സങ്കടത്തോടെ ഇരിക്കുകയാണോ, 2 ദിവസം ആളുണ്ടാവും. അത് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാ ഏത് നേരവും സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് ഫ്രണ്ട്സ് തന്നെ ഇല്ലാണ്ടാവും. സോ ബി ഓൾവേസ് ജോയ്ഫുൾ. ഓക്കെ, ഡോണ്ട് ഷോ യുവർ സെൽഫ് ടു അതേഴ്സ്. എന്തിനാ നമ്മുടെ സങ്കടം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഒരാവശ്യമില്ല. ദർ ഇസ് നോ വൺ ദാറ്റ് ഇസ് റിഗ്രറ്റ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു കൺസോൾ യു. അങ്ങനെ ഒരാളില്ല ഈ ലോകത്ത്. യുവർ സോറോ ഈസ് യോർസ് അലോൺ. മേ ബി നമ്മുടെ പാരൻസ് ഉണ്ടാവും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. അല്ലാത്ത എല്ലാവരും തന്നെ ഈ ഭയങ്കര ചിലപ്പോൾ ഉള്ളാലെ സന്തോഷിക്കുന്നവരായിരിക്കും. അവനങ്ങനെ വന്നല്ലോ, അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് ഫ്രണ്ട്സ് മതി. നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുകയെന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ. ബി ഹാപ്പി ഓൾവേസ് അല്ലേ. ഡോണ്ട് ഷോ വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്. അതവിടെ ഇരുന്നോട്ടെ അല്ലേ, അങ്ങനെ മതി. The speaker extends the metaphor of happiness to the act of drinking nectared wine, suggesting that if you are happy, you will find a friend to share the happiness with. അല്ലേ, ഫ്രണ്ടിനെ കിട്ടും. നെക്ടേർഡ് വൈൻ്റെ സിംബോളിസിസം പറയുന്നത് തന്നെ ഒരു സന്തോഷം ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. However, when it comes to life difficultiesനെയാണ് ലൈഫ്സ് ഗാൽ എന്ന് പറഞ്ഞേക്കുന്നത്. The speaker implies that one must face them alone, reinforcing the idea that people are more inclined to share in joy than in sorrow. ഈ ജനങ്ങൾക്ക്, ഈ മൊത്തത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു ചായ്വുണ്ട്. എന്താണ്, സങ്കടം. ഇപ്പൊ ഒരു സന്തോഷവും സങ്കടവും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ എങ്ങോട്ടാ പോകുള്ളൂ? സന്തോഷത്തിൻ്റെ അടുത്തോട്ടേ പോകുള്ളൂ. ചായ്വ് അതങ്ങനെയാണ്, ഇൻബോൺ നേച്ചർ എന്ന് തന്നെ, നമ്മുടെ ജനിച്ചപ്പോൾ കിട്ടിയ ഒരു കഴിവ് തന്നെയാണത്. നമുക്ക് സങ്കടം, ഞാൻ സങ്കടത്തിലോട്ടാ പോകണം, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാറില്ല. സോ ദാറ്റ് ഇസ് വാട്ട് പോയിറ്റ് ഇസ് ടെല്ലിങ്. Feast and your halls are crowded, fast and the world goes by. Succeed and give and it helps you live, but no man can help you die. There is room in the halls of pleasure for a long and loudly train, but one by one we must all file on through the narrow aisles of pain. അടുത്ത വരികളിലൂടെ കവി പറയുന്നത് എന്താന്ന് നോക്കി. The feast and your halls are crowded. നിങ്ങൾ ഒരു പരിപാടി നടത്തുക, ഒരു ചെലവ് നടത്തുക. The crowd, the hall will be crowded. ആ എൻറ്റയർ ഹോളിൽ ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത അത്രയും ആളുകൾ ഉണ്ടാവും. ഫാസ്റ്റ് എന്താ, പട്ടിണി ഇരിക്കുക. The world goes by. പട്ടിണി ഇരിക്കാൻ കൂടെ ആരെങ്കിലും വരും? എടാ ഞാനിന്ന് പട്ടിണി ഇരിക്കുക, അപ്പം നമുക്ക് പട്ടിണി ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും? No one is going to come. ഞാനിന്നൊരു പാർട്ടി നടത്തുക, are you coming? Everyone will come. So that is it. So when you are happy, when you want to share something, there are so many people. But when you are sad and when you have nothing, no one is there. Succeed and give, it helps you live. അപ്പം നമ്മൾ വിജയിച്ച് നിൽക്കുവാണ്, കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്, നമുക്ക് ജീവിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ബട്ട് നോ മാൻ ക്യാൻ ഹെൽപ്പ് യു ഡൈ. ഒരിക്കലും ഒരു മനുഷ്യനെയും നമ്മളെ ചാവാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റില്ല. ദർ ഇസ് റൂം ഇൻ ദ ഹാൾസ് ഓഫ് പ്ലഷർ അല്ലേ. ഒരു ഹാളിൽ പ്ലഷർ, സന്തോഷത്തിൻ്റെ ഓരോ ഹാളിലാണെങ്കിൽ അതിന് മുറികളുണ്ട് എന്നാണ് പറയുന്നത്. മുറി അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സന്തോഷിക്കുക കൂടെ ആളുണ്ടാവുന്നു. ഫോർ എ ലോങ് ആൻഡ് ലൗഡ്ലി ഡ്രീം. എത്ര നീളമുള്ളതാവട്ടെ, എത്ര തിരക്കുള്ളതാവട്ടെ, എന്താവട്ടെ, മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ. ബട്ട് വൺ ബൈ വൺ വി മസ്റ്റ് ഓൾ ഫൈൽ ഓൺ ത്രൂ ദ നാരോ ഏസിൽസ് ഓഫ് പെയിൻ. പക്ഷെ നമുക്കറിയാം 1 by 1 ആയിട്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരും നമ്മളെ വിട്ടുപോകുന്നവരും അവരും കടന്നു പോകുന്നത് ഇതേ വഴികളിലൂടെ തന്നെയാണ്. നമുക്ക് മാത്രമല്ല സങ്കടമുള്ളത്, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ 1 by 1 ആയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏസിൽസ് എന്ന് പറഞ്ഞാൽ ഇടനാഴികൾ എന്നാണ് അർത്ഥം. ആ വേദനയുടെ ഇടനാഴികളിലൂടെ, അത് ഭയങ്കര നാരോ ആണെന്നാണ് പറയുന്നത്. കാരണം അതിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒറ്റയ്ക്ക് തന്നെ പോയി വേണം നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ തീർക്കാനായിട്ട്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ, നമ്മുടെ വേദനകളും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്.
In the concluding stanza of Solitude, the speaker offers further comparison between a joyful life and sorrowful one and the responses they elicit. അപ്പോൾ കൺക്ലൂഡിങ് സ്റ്റാൻസ ആണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്, കവിത അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ആ കൺക്ലൂഡിങ് സ്റ്റാൻസയിൽ കവി പറയുന്നത് എന്താണ്, കമ്പാരിസൺ ആണ്. ജോയ്ഫുൾ ലൈഫും സോറോഫുൾ ലൈഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കവി നടത്തുകയാണ്. ദ സ്പീക്കർ സ്റ്റാർട്ട്സ് വിത്ത് എ മെറ്റഫോർ ഇൻവോൾവ്ഡ് ഇൻ മീൽസ്, സ്റ്റേറ്റിംഗ് ദാറ്റ് ഇഫ് യു ഹോസ്റ്റ് എ ഫീസ്റ്റ് your halls will be filled with people. ഒരു മെറ്റഫോർ ആണ് ഇവിടെ പറയുന്നത്. ലൈക്ക് എന്താണ്, ഹോളിൽ നിറച്ച ആളുകളുണ്ടാവും നിങ്ങളൊരു ഫീസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ കോൺവേഴ്സ്ലി ഇഫ് യു ഫാസ്റ്റ് ദ ഹോൾ വേൾഡ് വിൽ പാസ് യു ബൈ. ഫാസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലോട്ട് നിങ്ങൾ എത്തും എന്നാണ് പറയുന്നത്. This highlights the contrast in how social interactions are attracted to celebration and abundance but tend to avoid moments of deprivation or sadness. അപ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി തന്നെയാണ് കവി പിന്നെയും പറയുന്നത് ആ വരികളിൽ. എന്താണ്, എല്ലാ വരികൾക്കും ഏകദേശം ഒരു അർത്ഥമാണ് അല്ലേ. ഇപ്പൊ ഫീസ്റ്റ്, ഫാസ്റ്റ്, സോറോ, വൈൻ ഉണ്ട് കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് ഗേൾ, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കവി കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും അന്തസത്ത എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിൽ കൂടെ ആളുണ്ടാവും, സങ്കടത്തിൽ ആളുണ്ടാവില്ല. The imagery of feasting and fasting underscores the idea that positive experiences draw people in, while negativity might lead to isolation or being overlooked by the world. നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഫീസ്റ്റ് നടത്തുക, ഫാസ്റ്റ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ വി ക്യാൻ സീ ഓൾ ദീസ് തിങ്സ് അല്ലെ. വിഷ്വൽ ഇമേജസ് ഈ ഇമേജറി പോയിട്ട് നന്നായിട്ട് തരുന്നുണ്ട് നമുക്ക്. ഓരോ പരിപാടിയും നമ്മൾ ഒറ്റയ്ക്ക് കാണുന്നുണ്ട്. നമ്മളുടെ മുമ്പിൽ നടക്കുന്ന പോലെ ഉണ്ട്. ഒരു ഫീസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് ക്രൗഡ് കാണാം, ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും കാണാം. സോ ദ ഇമേജറി വ്യക്തമാക്കി തരുന്നത് ഇതാണ്, എന്താണ്, പോസിറ്റിവിറ്റി ആൾക്കാരെ അട്രാക്ട് ചെയ്യും, ഒപ്പം നെഗറ്റിവിറ്റി ആൾക്കാരെ അകറ്റി നിർത്തും എന്നുള്ളത്. Indeed, the examples of feasting and fasting in the final stanza serves as metaphor for the broader aspect of everyday life. നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കാര്യത്തിനെ ആസ്പദമാക്കി തന്നെയാണ് കവി ഓരോ വരികളും, കവിയത്തിൽ ഓരോ വരികളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും ഓർത്തു വെക്കാനും പറ്റുന്ന ഒരു കവിതയാണ് എന്ത്, സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. The concluding lines of the poem delve into more profound reflection of life and death as well as human responses to pain. ജീവിതവും മരണവും ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടുമ്പോൾ നമ്മുടെ വേദനകളും ഇങ്ങനെയാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ നേരിടുന്നതെന്നാണ് പറയുന്നത്. These statements likely provide a broader context for the entire poem, exploring themes of human experience and the inevitability of facing life's challenges alone, especially during moments of sorrow and suffering. She describes how success and a willingness to give will help one live a longer life, but there will be no one there when you die. അല്ലേ, ജീവിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റുമുള്ളവരായിരിക്കും, മരിക്കുമ്പോൾ ആരും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. സിമിലർലി ദ പെയിൻ ഹാസ് ടു ബി ഫേസ്ഡ് അലോൺ. അതുപോലെ തന്നെയാണ് വേദനയും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് സഹിക്കാൻ പോകുന്നത്. നോ വൺ വാണ്ട്സ് ടു പൈൽ ഓൺ ടു എ ട്രെയിൻ ദാറ്റ് ഇസ് ഹെഡഡ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് അൺഹാപ്പിനെസ്. ഒരാൾക്കും നമ്മുടെ ഒരു സന്തോഷമില്ലാത്ത ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ ലൈഫ് പോയിട്ട് പറയുന്നത് ജീവിതത്തിന്റെ വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ വേൾഡ് വുഡ് മച്ച് റാദർ gather in a hall of pleasure. അതിന് പകരം ഒരു ഹാൾ ഓഫ് പ്ലഷർ, അതിലായിരിക്കും ലോകം മുഴുവൻ കൂട്ടം കൂടി നിൽക്കുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോളിറ്റ്യൂഡ് എന്ന കവിത അതിമനോഹരമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. മരിക്കുന്നതും ജനിക്കുന്നതും മാത്രമല്ല, ഒറ്റയ്ക്ക് വേദന അനുഭവിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും നമുക്ക് അറിയാവുന്ന പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ വളരെ കുറച്ച് പേര് എന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണാവുന്നവർ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സന്തോഷത്തിൽ ഒരുപാട് പേരുണ്ടാവും എന്നുള്ള സത്യം നമുക്ക് ശരിക്കും വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും, ഇത് കവിയുടെ മാത്രം അനുഭവമല്ല, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ മനോഹരമായ 8ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മളോട് പറഞ്ഞു തരുന്ന പാഠം എന്ന് പറയുമ്പോൾ ഡോണ്ട് ബി സാഡ് വെൻ യു ഫേസ് ഓൾ ദീസ് തിങ്സ് അലോൺ. നമ്മൾ എന്താണ് ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട, നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ച് ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടെ എല്ലാ കാര്യങ്ങളും നേരിടുക എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഓക്കെ, moving on to the textual question and answers. First question, what does the opening lines tell us about the present day world? ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ആദ്യ വരികൾ നമ്മളോട് എന്താണ് പറയുന്നത്? In the present day world, people remain with others only during times of happiness and joy. Sorrows are to be faced alone. This shows man's selfishness. അപ്പോൾ ഇന്നത്തെ വേൾഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സന്തോഷത്തിൽ മാത്രം ആൾക്കാർ കൂടെ ഉണ്ടാവും, സങ്കടങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം. ഇത് മനുഷ്യന്റെ ഒരു സെൽഫിഷ്നെസ് ആണ് കാണിച്ചു തരുന്നതെന്നാണ് പറയുന്നത്.
Second question, life is a mixture of joy and sorrow. How differently do people react to each of them? സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്രമാണ് ജീവിതം. ഓരോന്നിനോടും ആളുകൾ എത്ര വ്യത്യസ്തമായാണ് പ്രതികരിക്കുന്നത്? ആൻസർ നോക്കാം. There are many people to share a person's joy, but no one to comfort him during his sorrows. ഒരാളുടെ സന്തോഷം പങ്കിടാൻ ഒരുപാട് പേരുണ്ടാവുമെങ്കിലും ഒരാളുടെ സങ്കടം ഒന്ന് കംഫോർട്ട് ചെയ്യാൻ പോലും, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈവൻ ദ എർത്ത് ഈസ് ഇൻഡിഫറെന്റ് ടു ഹ്യൂമൻ സഫറിംഗ്. ഐഡന്റിഫൈ ലൈൻസ് ദാറ്റ് ഹിന്റ് ദിസ് ഐഡിയ. മനുഷ്യരുടെ കഷ്ടപ്പാടുകളോട് ഭൂമി പോലും നിസ്സംഗമാണ്. ഈ ആശയം സൂചിപ്പിക്കുന്ന വരികൾ തിരിച്ചറിയാം. For the sad, old earth must borrow its mirth, but has trouble enough of its own. ആ വരി ഓർക്കല്ലേ, മിസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, succeed and give and it helps you live. Is this line an exhortation to help and support others in need? വിജയിക്കുകയും നൽകുകയും ചെയ്യുക, അത് നിങ്ങളെ ജീവിക്കാൻ സഹായിക്കുന്നു. ഈ വരി ആവശ്യമുള്ളവരെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമുള്ള ഒരു ഉദ്ബോധനമാണോ എന്നാണ് ചോദ്യം. നോക്കാം ഉത്തരം. Yes, the point means to say that success alone can motivate us to live on and sharing the joy of our success can promote harmony. അപ്പോൾ നമ്മളുടെ സക്സസ് ഷെയർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർമണിയിൽ ജീവിക്കാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എവറി ഹ്യൂമൻ ബീയിങ് മസ്റ്റ് അണ്ടർഗോ പെയിൻ ആസ് എ പാർട്ട് ഓഫ് ലൈഫ്. വിച്ച് ലൈൻസ് ഗിവ് യു ദിസ് ഐഡിയ? ഓരോ മനുഷ്യനും ജീവിതത്തിന്റെ ഭാഗമായി വേദന അനുഭവിക്കണം. ഏത് വരികളാണ് നിങ്ങൾക്ക് ഈ ആശയം നൽകുന്നത്? But one by one we must all file on through the narrow aisles of pain. ഓരോരുത്തരായിട്ട് ആ വഴികളിലൂടെ, വേദനയുടെ വഴികളിലൂടെ ഒറ്റയ്ക്ക് തന്നെ പോകണം എന്ന് കവി പറയുന്നുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, the poem throws light on the need to be self-reliant. Do you agree? Why? സ്വയം ആശ്രയിക്കുക എന്നതിന്റെ ആവശ്യകതയിലേക്ക് ഈ കവിത വെളിച്ചം വീശുന്നു. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യെസ്, being self-reliant helps us to overcome the problems of our life and it gives us confidence to face the challenges in life. നമുക്കൊരാൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പോവണ്ട. നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെല്ലാം നേരിടേണ്ടത് ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ യു വിൽ ബി സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് യു ക്യാൻ ബി സെൽഫ് റിലയൻറ്റ്. നമ്മൾ തന്നെ മാത്രം വിശ്വാസം അർപ്പിച്ചാൽ മതി, വേറെ ആരെയും കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. സോ യു വിൽ ബി സക്സസ്ഫുൾ. ഓക്കെ, ഫേസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സംഗത വരുമ്പോൾ അപ്പം പോകും, പിന്നെ ബാറ്ററി റീചാർജ് ചെയ്ത് തരാൻ കുറേ ടൈം എടുക്കും കേട്ടോ. Seventh one, does the poem establish the idea that this is essentially a pleasure-seeking world? How? അടിസ്ഥാനപരമായി ഇതൊരു ആനന്ദർഷ്ണ ലോകമാണെന്ന ആശയം കവിത സ്ഥാപിക്കുന്നുണ്ടോ? എങ്ങനെ? യെസ്, the world abides with us only when we are happy. Nobody will be there to share our sorrows. സന്തോഷത്തിൽ മാത്രമാണ് ആളുകൾ കൂടെ ഉള്ളത്, സങ്കടമുള്ളപ്പോൾ ആരും കൂടെയില്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ കവി പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, what does the poet mean by the expression nectared wine and life's gall? അമൃതിട്ട വീഞ്ഞ്, ജീവിതത്തിന്റെ കയ്പ് നീർ എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? നെക്ടേർഡ് വൈൻ എന്ന് പറയുമ്പോൾ ദ ഹാപ്പി മൊമെന്റ്സ് ഓഫ് വൺസ് ലൈഫ്, ലൈഫ്സ് ഗേൾ എന്ന് പറയുമ്പോൾ ദ സോറോസ് ഓഫ് വൺ ലൈഫ് ആണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ്, ടെക്സ്റ്റൽ ക്വസ്റ്റൻ ആൻസേഴ്സ് കഴിഞ്ഞു. അഡീഷണൽ ക്വസ്റ്റൻ ആൻസേഴ്സും കുറേ ആക്ടിവിറ്റീസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്യുക. മിസ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫറൈസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കും കൂടുതൽ ആക്ടിവിറ്റീസും കൂടുതൽ ഇൻഫർമേഷൻസും ഈവൻ മലയാളത്തിലെ സമ്മറീസ് ഒക്കെ വേണമെങ്കിൽ എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്താൽ മതി കേട്ടോ. Let's revisit. Moving on to activities. Activity 1. The theme of the poem is. എന്താണ് കവിതയുടെ തീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. If you stay positive, you will become successful. If you seclude yourself, you will have lots of friends. If you weep alone. If you stay positive, people will be with you. അപ്പോൾ കവിതയുടെ തീം, ആശയം എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാവുന്ന കാര്യം എന്താണ്? ഇഫ് യു സ്റ്റേ പോസിറ്റീവ് യു വിൽ ബിക്കം സക്സസ്ഫുൾ. അത് തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കവി ഇത്രയും ഒരു സങ്കടങ്ങളെല്ലാം പറഞ്ഞ് വെക്കുന്നത് അവസാനം നമുക്കൊരു ഒപ്റ്റമിസ്റ്റിക് തോട്ടിലോട്ടാണ്. സോ ദാറ്റ് ഇസ് ദിസ്, ഇഫ് യു സ്റ്റേ പോസിറ്റീവ് യു വിൽ ബിക്കം സക്സസ്ഫുൾ. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, വാട്ട് എവർ യു ഗോ ത്രൂ യു ബിക്കം പോസിറ്റീവ്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ്, ദ ടോൺ ഓഫ് ദ പോമസ്. എന്താണ് കവിതയുടെ ടോൺ? ഒപ്റ്റമിസ്റ്റിക് ആണോ, പെസിമിസ്റ്റിക് ആണോ, ഇൻഡിഫറൻ്റ് ആണോ, ഫ്രസ്ട്രേറ്റഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് തോന്നും പെസിമിസ്റ്റിക് ആണോ, സങ്കടം മാത്രമാണോ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും കവിതയുടെ ടോൺ എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ആണ്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് കവി പറഞ്ഞു കഴിഞ്ഞു. സോ പെസിമിസ്റ്റ് ആവേണ്ട ആവശ്യം എന്താ? ഒപ്റ്റമിസ്റ്റ് ആയപ്പോരെ അല്ലേ? അപ്പോൾ ദ ടോൺ ഓഫ് ദ പോം ഇസ് ഒപ്റ്റമിസ്റ്റിക്. മൂന്നാമത്തത്, വിച്ച് ലൈൻ ഇൻ ദ പോം ഡിസ്ക്രൈബ്സ് ദ സ്പീക്കേഴ്സ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. കവി ഏത് വരിയാണ് കവിയത്രിയുടെ എന്താണ് ഔട്ട്ലുക്ക്, ജീവിതത്തിനെ കുറിച്ചുള്ള ആശയം നമ്മളോട് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. There is room in the halls of pleasure, rejoice and men will seek you. The echoes bound to a joyful sound.
ഫോർ ദ സാഡ് ഓൾഡ് എർത്ത് മസ്റ്റ് ബോറോ ഇറ്റ്സ് mirth. ഏതാണ്? റിജോയ്സ് ആൻഡ് മെൻ വിൽ സീക്ക് യു. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാം, ആളുകൾ നമ്മളെ തേടി വരും എന്നാണ് കവി പറയുന്നത്. അത് തന്നെയാണ് കവിയുടെ ഔട്ട്ലുക്ക്. സങ്കടമുള്ളപ്പോൾ ആരുണ്ടാവില്ല എന്ന് തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവിതത്തിനെ കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റൻ ആൻസേഴ്സും ഒക്കെ കഴിഞ്ഞു. നമ്മൾ സമ്മറി പറയുവാണ്, അതായത് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താണ് നമ്മുടെ പോം? എന്തായിരുന്നു? സോളിറ്റ്യൂഡ്, റിട്ടൺ ബൈ എല്ല വീലർ വിൽകോക്സ്, was a great wonderful poem which tells us that we are alone in this world. സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സത്യം പറയുമ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. യു ആർ ഓൾവേസ് അലോൺ. വാട്ട് എവർ ദ പീപ്പിൾ കംസ്, ദേ കം ആൻഡ് ഗോ, ദേ ആർ നോട്ട് ഓൾവേസ് വിത്ത് യു. അവരൊരിക്കലും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആരും തന്നെയില്ല. അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 പേരെ മാത്രം ഞാൻ പറയും കൂടെ, അതാ പാരൻസ് തന്നെയാണ്. ബാക്കി എല്ലാവരും ഫ്രണ്ട്സ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ടോ നിങ്ങളുടെ 8ാം ക്ലാസ്സിലുണ്ടോ? അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങളൊരു കാലഘട്ടം കഴിയും, 10th കഴിയുമ്പോൾ കഴിയും. ആ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് പേര് നിങ്ങളുടെ കൂടെ പഠിച്ച 10-60 പേരോ അത്ര പേരുണ്ടാവും. അതിൽ എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് കാലം തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് +2, പിന്നെ ഡിഗ്രി, അങ്ങനെ പോയി വരുമ്പോൾ നിങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ, അതാണ് മിസ് പറയുന്നത് കേട്ടോ. നമ്മളറിയാവുന്ന പേര് ഇഷ്ടം പോലെ പേരുണ്ടാവും, നമുക്കറിയാവുന്നതും നമ്മളെ അറിയാവുന്നവരൊക്കെ. അതിൽ കാര്യമില്ലല്ലോ. നമ്മുടെ കൂടെ നമ്മുടെ സങ്കടത്തിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാർ, അത് വിരലിൽ ഉണ്ടാവുന്നവർ തന്നെയായിരിക്കും. അപ്പൊ നമ്മളുടെ ഒറ്റയ്ക്കാണ് എന്ന ചിന്തയോടുകൂടി തന്നെ ജീവിക്കുക. കൂടെ വരുന്നവരൊക്കെ ജസ്റ്റ് എന്താണ്, ഒരു ചാപ്റ്റർ പോലെ, ഒരു യാത്രക്കാരാണ്, വഴി യാത്രക്കാർ എന്ന നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ഇടക്ക് വെച്ച് കയറിയ ആൾക്കാരാണ്. അവർ ഏതെങ്കിലും സ്റ്റേഷൻ വരുമ്പോൾ ഇറങ്ങുകയോ കയറുകയോ ഒക്കെ ചെയ്യും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അവരിറങ്ങിയാലും വിഷമിക്കേണ്ട, കയറിയാലും സന്തോഷിക്കേണ്ട. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ആ ഒരു തോട്ടോടുകൂടി തന്നെ പോവുക. അപ്പോൾ കവിയത്രി പറഞ്ഞു തരുന്നത് വലിയൊരു പാഠമാണ്. നമ്മുടെ 8ാം ക്ലാസ് അവസാനിക്കുമ്പോൾ, നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് അവസാനിക്കുമ്പോൾ നല്ലൊരു തോട്ടോടുകൂടി തന്നെ അവസാനിക്കാൻ പറ്റുന്നു എന്ന സന്തോഷത്തോടുകൂടി തന്നെയാണ് മിസ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ സീ യു വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ എന്നൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ.